അയ്യപ്പന്റെ സ്വർണം കട്ടതിലെ മുഖ്യ സൂത്രധാരൻ എ പത്മകുമാറാണ് എന്നുള്ള വിലയിരുത്തലിലാണ് SIT സംഘമുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന്റെ രേഖകളടക്കം കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ SITക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വേണം എന്നുള്ള ആവശ്യം SIT കോടതിയിൽ ഉന്നയിച്ചത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയത്. കസ്റ്റഡി അപേക്ഷ മറ്റന്നാൾ കോടതി പരിഗണിക്കും. മറ്റന്നാൾ പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കും. മണിക്കൂറുകൾ ചോദ്യം ചെയ്ത ശേഷമാണ് പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇയാളും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കണ്ടെത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം അന്വേഷണ സംഘം ഉന്നയിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിരുന്ന N. വാസുവിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് N. വാസുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. കോടതി 14 ദിവസത്തെ കൂടി അദ്ദേഹത്തിന്റെ റിമാൻഡ് നീട്ടിയിട്ടുണ്ട്. എ. പത്മകുമാർ, N. വാസു, KB ബൈജു എന്നിവർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ജാമ്യാപേക്ഷകളിൽ നാളെ കോടതി വാദം കേൾക്കും. N. വാസുവിനെ ഹാജരാക്കിയപ്പോൾ കോടതിക്ക് പുറത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധമുണ്ടായി. BJP, കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യം വിളികളുമായി കോടതി പരിസരത്ത് തടിച്ചുകൂടിയത് സംഘർഷാവസ്ഥയുണ്ടാക്കി. 2 SHOമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.